അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചാഞ്ചാടി കളിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയം ഏത് പാവിയായിരുന്നാലും ആ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഒരു തരി ഈമാനിൻ്റെ വിത്തുണ്ടായിരിക്കും. ആ വിത്തിനെ വളർത്തിയെടുക്കുന്നതിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ വിരചിതമായ സൂഫി ഗീതങ്ങൾക്ക് വഹിച്ച പങ്ക് അളവറ്റതാണ്. അത്തരത്തിൽ അബ്ദുൽ ഖാദർ ചമച്ചാൻ രചിച്ച വളരെ പ്രചാരത്തിലുള്ള കാവ്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. ബാഹികമായും ഈ കാവ്യത്തിൻ്റെ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും ഈ മാനികമായ ചൈതന്യത്തെ ലഭ്യമാക്കുന്ന തരത്തിലല്ല. നേരെ മറിച്ച് മഹത്തുക്കളായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ മഹാന്റെ ഓരോ മിരുത്തങ്ങളെയും വിശദീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ ആന്തരിക സാരങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. താമരത്തോട്ടത്തിൽ താഴാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിട് നീ. താമരത്തോട്ടത്തിൽ താഴാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിട് നീ. ചോരപ്പൈതലാകുന്ന കുഞ്ഞിളം പ്രായം മുതൽ തങ്കച്ചിപ്പെണ്ണിനെ തങ്കച്ചിപ്പെണ്ണി എന്നത് കൊണ്ടുള്ള ഉദ്ദേശം സകല പാവുകളിൽ നിന്നും മുക്തമായിരിക്കുന്ന തങ്കം പോലെ പരിശുദ്ധമായിരിക്കുന്ന മനുഷ്യന്റെ കുഞ്ഞിളം പ്രായത്തിലുള്ള ആത്മാവിനെയാണ്. ആ ആത്മാവിനെ ഒരു വിശ്വാസിയായിക്കൊണ്ട് തന്നെ മനുഷ്യൻ ഉപദേശിച്ചെടുക്കുക. എന്ത് കണ്ടുകൊണ്ടാണ് മനുഷ്യൻ ആത്മാവിൽ ഉപദേശങ്ങൾ നൽകേണ്ടത്? താമരത്തോട്ടത്തിൽ തായാരം കണ്ടിട്ട് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമാകുന്ന താമരത്തോട്ടം, ആ താമരത്തോട്ടത്തിൽ തായാരാകുന്ന മാതാവാകുന്ന പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കണ്ടുകൊണ്ട് അവിടുത്തെ പഠിച്ചുകൊണ്ട് നീ നിന്റെ ആത്മാവിൽ ഉപദേശം നൽകുക. എന്ത് ഉപദേശമാണ് നീ നിന്റെ ആത്മാവിൽ നൽകേണ്ടതെന്ന് ഈ ചമസ്താൻ വിശദീകരിക്കുന്നുണ്ട്. മുല്ലമലർ മണം വീശുന്ന ആശിക്കിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മുല്ലമലർ മണം വീശുന്ന ആശിക്കിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മാണിക്യ താളിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല. മാണിക്യ താളിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല. يعطيك العافية. احنا عندنا غزوة ونحتاج كم من الخيل؟ نحتاج 4 وعليها فرسانها. تذكر برنامج عندكم اسمه الخطر معهم؟ ولا شخباري شخباري من മാരാനി മങ്കയെ കൊന്നിടല്ല. നിന്നേക്കാളും പ്രണയിക്കുന്ന നിന്റെ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഇഷ്ടത്തിനെതിരായി നീ ഒരിക്കലും പ്രവർത്തിച്ചു പോവരുത്. പിന്നീട് പറയുന്ന രണ്ടാമത് ഉപദേശം, മാണിക്യ താലിയും മാലയും കണ്ട് മാരാ നീ മങ്കയെ കൊന്നിടല്ല. ദുനിയാവിന്റെ സകല സുഖാനുഭൂതികളിലും അഭിരമിച്ചുകൊണ്ട് നീ നിന്റെ ആത്മാവിനെ, നിന്റെ മങ്കയാകുന്ന ശരീരത്തിനെ നാശത്തിലേക്ക് വിട്ടുകളയല്ല. ശേഷം പറയുന്നു, പൊന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പൊന്നാരക്കുട്ടിന്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. പുറപ്പെട്ടു പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട.
അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തന്നെ ജഗന്നിയന്താവായ നാഥൻ പടപ്പുകൾക്ക് വേണ്ടി ധാരാളം ഉപദേശ നിർദ്ദേശങ്ങൾ തന്നു വെച്ചിട്ടുണ്ട്. ആ ഉപദേശ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതിൽ പുതുമത്താരം കാട്ടിക്കൊണ്ട് ഒരു പൊന്നാര കുട്ടി കടന്നു വരുന്നുണ്ട്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ചെയ്തികളോടൊപ്പം ചേർന്ന് നിന്ന് മനുഷ്യനും പുരുഷാരം കാട്ടി അഹങ്കാരിയായി മാറുകയാണ്. എന്നിട്ട് മനുഷ്യൻ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്, അവനൊരു യാത്ര വരാനുണ്ട്. അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപിരിയുന്ന കഠോരമായ വേദനയാൽ പുളയുന്ന ഒരു സമയം. ആ സമയത്ത് വേദനയെ പോലും സഹിക്കാനാവാതെ മനുഷ്യൻ പറയുന്നത് അവൻ ഒരു നരിയാണെന്ന് ശേഷം പറയുന്നു. കെട്ട് ചാടുന്ന മധുര കണ്ണാടിക്ക് മതം കുട്ടികാരാ, മണിക്കെട്ട് ചാടുന്ന പുതര കണ്ണാടിക്ക് മതം കുട്ടി കാട്ടുന്ന മൈമക്കരാ, മണിമുത്തു കോക്കുന്ന പുതര പൊണ്ടാട്ടിക്ക് കുരവേട്ടല്ല ഗുരു മൊഹിയദ്ദീനേ, മണിമുത്തു കോക്കുന്ന പുതര പൊണ്ടാട്ടിക്ക് കുരവേട്ടല്ല ഗുരു മൊഹിയദ്ദീനേ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിൽ അടിവറച്ച് നിൽക്കുവാനും അവിടുത്തെ പൂന്തോട്ടത്തിൽ നിന്ന് കറന്നുകൊണ്ട് തിന്നുവാനും ഇരിക്കുവാനും നാഥൻ എക്കാലവും തുണക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.